കഴിഞ്ഞ ദിവസം രാജ്യസഭാ എംപിമാർ ആം ആദ്മി പാർട്ടിയുടെ 10 എംപിമാരിൽ 7 പേരും ബി ജെ പിയിൽ ചേർന്നു. അതിൽ രാഘവ ചദ്ദയായിരുന്നു അതിന്റെ നേതൃത്വം. അതുപോലെ സന്ദീപ് പഥക്കുണ്ട്. ആ 10 പേരിൽ 7 പേര് വരിക എന്ന് പറയുന്ന സമയത്ത് കൂറുമാറ്റമൊക്കെ അവിടെ നിയമമൊന്നും അവർക്ക് ഒന്നും പ്രാബല്യമല്ലാതാവുന്നു. അത് രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ അംഗീകരിച്ചല്ല, അല്ല രാഷ്ട്രപതി അംഗീകരിച്ചു. ഇപ്പം ഇതിലെ വിഷയം 7 പേരും 6 പേരും പഞ്ചാബിൽ നിന്നുള്ള ആളുകളാണ്, ഹർഭജൻ സിംഗ് ഉൾപ്പെടെയുള്ള ആളുകൾ. ഇത് എങ്ങനെ പഞ്ചാബ് പൊളിറ്റിക്സിനെ ഇത് ബാധിക്കുന്നുള്ളതൊരു വിഷയമാണ്. കാരണം ഇത് ഡൽഹി ആയിരുന്നു ഇതുവരെ ആം ആദ്മി പാർട്ടിയുടെ കേന്ദ്രം. പക്ഷെ ഡൽഹിയിൽ അവർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ അവർ പഞ്ചാബിൽ ഒരു സീറ്റ് നേടിയിരുന്നു. ഒന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റാണ് അവർ അവിടെ നിന്ന് നേടിയത് പഞ്ചാബിൽ. അപ്പൊ പഞ്ചാബ് ആദ്യം മുതൽ തന്നെ അവരൊരു ടാർഗറ്റ് ആയിരുന്നു. ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിൽ തിരിച്ചടി ഉണ്ടായ സമയത്ത്, ഇപ്പൊ ഉദാഹരണത്തിന് ഇയാളുടെ വീട് ആരുടെ ശീഷ് മഹൽ കോടികൾ ചെലവഴിച്ചു എന്ന് പറയുന്നത്, ഇപ്പം അദ്ദേഹത്തിന് കേജ്രിവാൾ നേരെയുള്ള ആരോപണം അദ്ദേഹം പഞ്ചാബിൽ അങ്ങനെ സുഖലോലുവിനാണ് കഴിയുന്നത്. കാരണം അവിടെ പഞ്ചാബിൽ ഭരണം ഇയാളാണ് നടത്തുന്നത്, പ്രോക്സി ചീഫ് മിനിസ്റ്റർ അദ്ദേഹമാണ്. അപ്പം ഇവിടെ ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് പോയിന്റ് എന്ന് പറയുന്നത് കേജ്രിവാൾ അല്ലാതെ വേറെ ആരും അവിടെ വാഴില്ല, നന്നായി വരുന്നവരെയൊക്കെ തട്ടിക്കളയും. അതുകൊണ്ടാണ് ഈ ഇദ്ദേഹം ഇതിനെ പറഞ്ഞത് ഓരോ ഘട്ടത്തിലും പല ഐഡിയോളജിക്കൽ മൂവിങ്സ് ഉള്ള ആളുകളാണ്. അത് യോഗേന്ദ്ര യാദവ് ആണെങ്കിലും പ്രശാന്ത് ഭൂഷൺ ആണെങ്കിലും പല ടൈപ്പാണ്. എല്ലാവരും പോയി. ചിലർ കോൺഗ്രസ് പോയി, ചിലർ ബി ജെ പി പോയി, ചിലർ പൊളിറ്റിക്സ് ഇല്ലാതാക്കി, ചിലര് അപ്പൊ ഇവിടെ നമുക്ക് പഞ്ചാബ് ആണ് ഇനി അടുത്ത് ശ്രദ്ധിക്കാത്തത്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പണ്ട് പഞ്ചാബിൽ ബൽദേവ് പ്രകാശ് എന്ന് പറഞ്ഞ ആളുകളൊക്കെ ഉണ്ടായിരുന്നു, നേതാക്കന്മാരുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ രാജഗോപാലൊക്കെ കേരളത്തിലുള്ള സമയത്താണ് ബൽദേവ് പ്രകാശ് പഞ്ചാബിലുണ്ടായിരുന്നത്. അദ്ദേഹത്തെ രാജ്യസഭയിൽ കൊണ്ടുപോയി ബി ജെ പി അവിടെ നിന്ന് ജയിക്കാൻ പറ്റില്ല. പിന്നീട് അകാലിദളിന്റെ സെക്കൻഡ് പാർട്ട്ണറായിട്ടാണ് ബി ജെ പി ചെയ്തത്. ഗുരുദാസ്പൂർ ഒക്കെ ജയിച്ചിരുന്നു. ബി ജെ പി പ്രധാനമായിട്ട് അർബൻ സെന്റേഴ്സിലാണ് ബി ജെ പി ജയിച്ചിരുന്നത്. പിന്നീട് അരുൺ ജെയ്റ്റ്ലി പഞ്ചാബ് പോയി മത്സരിച്ച് തോറ്റു. പഞ്ചാബ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പണ്ട് മുതലേ ശക്തിയുള്ള സ്ഥലമാണ്. പക്ഷെ ഒരു ഒറ്റയ്ക്ക് ജയിച്ചു വരാനുള്ള ജനപിന്തുണ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. കാരണം പ്രത്യേകിച്ച് ബി ജെ പി ഹിന്ദുക്കളുടെ ഇടയിലാണ് കൂടുതലുണ്ടായിരുന്നത്, സിഖുകാരുടെ ഇടയിൽ അകാലിദൾ, അങ്ങനെ ഒരു കോമ്പിനേഷൻ ആയിരുന്നു പഞ്ചാബിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം ബി ജെ പിയും അകാലിദളും തമ്മിൽ അകന്നു കഴിഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. അപ്പം ഇനി ഈ ഒരു രാഘവ ചദ്ദയും അതേപോലെ സന്ദീപ് പഥക്കും ഉൾപ്പെടെയുള്ള ആളുകൾ, അതേപോലെ തന്നെ ഹരിയാനയിലെ മുഖ്യമന്ത്രി സൈനിയും, അദ്ദേഹം ബി ജെ പിയുടെ ഇപ്പോൾ നിലവിൽ ഒരു പഞ്ചാബിലെ ചുമതലക്കാരൻ എന്ന രീതിയിൽ കൂടി അദ്ദേഹം പ്രവർത്തിക്കുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ കമ്മ്യൂണിറ്റിക്ക് പഞ്ചാബിൽ ഒരുപാട്. അപ്പം ഇത് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ എങ്ങനെയാണ് പഞ്ചാബ് പൊളിറ്റിക്സിനെ? എനിക്ക് തോന്നുന്നു ഈ പഞ്ചാബിൽ ഇപ്പം ആം ആദ്മി പാർട്ടിയിൽ നിന്ന് വലിയ കൊഴിഞ്ഞുപോക്കുണ്ടായി ബി ജെ പിയിലേക്ക് വന്നു. അതൊക്കെ ഒരു ഫാക്ടറാണ്. അത് ഒരു ആഡ് ഓൺ എന്നേ പറയാൻ പറ്റില്ല. കാരണം ബി ജെ പി വർക്ക് തുടങ്ങിയിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് തൊട്ട് മുമ്പ് തന്നെ ബി ജെ പി പഞ്ചാബ് പിടിക്കാന്നുള്ള ലക്ഷ്യം ഉണ്ടായിരുന്നു. ഒന്നാമത് കർഷക സമരത്തിന്റെ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ അകാലിദളും ബി ജെ പിയുമായിട്ട് സഖ്യം വേർപ്പെടുത്തുന്നത്. വർഷങ്ങളായിട്ടുള്ള സഖ്യമാണ്. അത് ബി ജെ പിക്ക് ശരിക്കും ഒരു വലിയ ഗുണം തന്നെ. കാരണം എന്നും ഈ അകാലിദളിന്റെ കീഴിൽ ഒരു ബി ടീമായിട്ട് നിന്നിട്ട് കാര്യമില്ല. പാർട്ടിക്ക് ഒറ്റയ്ക്ക് അവിടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കി ഭരണമൊക്കെ പിടിക്കണമെങ്കിൽ സ്വന്തമായി തന്നെ അവിടെ കഴിവ് തെളിയിക്കേണ്ടത്. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പി ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. കാരണം അത് സീറ്റായിട്ട് കൺവേർട്ട് ചെയ്തില്ലെങ്കിൽ പോലും 19% വോട്ട് ചതുഷ്കോണ മത്സരത്തിൽ ആം ആദ്മി പാർട്ടി ഒരു ഭാഗത്ത്, കോൺഗ്രസ് ഒരു ഭാഗത്ത്, അകാലിദൾ മറ്റൊരു ഭാഗത്ത്, അവിടെ ബി ജെ പി ഒറ്റയ്ക്ക് നിന്നിട്ട് 19% വോട്ട് പിടിച്ചു. 19% വോട്ട് എന്ന് പറഞ്ഞാൽ പഞ്ചാബ് പോലത്തെ ഒരു സംസ്ഥാനത്ത് വലിയൊരു നേട്ടമാണ്. അത് ന്യൂനപക്ഷങ്ങളെ മാത്രമാണ് ബി ജെ പി റെപ്രസെന്റ് ചെയ്യുന്നത്. അതെ, ഹിന്ദു ന്യൂനപക്ഷം 38% ഹിന്ദുക്കൾ അവിടെയുള്ളൂ. ഭൂരിപക്ഷം സിഖ് മതസ്ഥരാണ്. അപ്പൊ അതും ഒരു ഫാക്ടറാണ്. ഈ നഗരമേഖലകളിൽ പണ്ടുകാലം മുതലേ ബി ജെ പിക്ക് നല്ല സ്വാധീനമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം, ഈ പ്രധാനപ്പെട്ട പഞ്ചാബിലെ നഗരങ്ങളല്ല ഹിന്ദു ഭൂരിപക്ഷം. സിഖ് പോപ്പുലേഷൻ കൂടുതലായിട്ടുള്ള ഗ്രാമീണ മേഖലകളാണ്. ഇപ്പൊ ജലന്ധർ ആണെങ്കിലും ബട്ടിൻഡ, പട്യാല, പിന്നെ ലുധിയാന, ഇതെല്ലാം ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളാണ്. അപ്പൊ അവിടെ ബി ജെ പിക്ക് പണ്ടേ സ്വാധീനമുണ്ട്. പ്രത്യേകിച്ച് ഹിന്ദു പോപ്പുലേഷനുടെ നല്ല സ്വാധീനമുണ്ട്. ഈ ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ നല്ല സ്വാധീനമുണ്ട്. അപ്പൊ അത് മുമ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അതും അകാലിദളും കൂടെ ചേരുമ്പോൾ ഒരു വിജയ ഫോർമുലയായിട്ട് മാറുകയായിരുന്നു. പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3 ലോക്സഭാ മണ്ഡലങ്ങളിൽ രണ്ടാമത് വരെ ബി ജെ പിക്ക് സാധിച്ചു.
ഒരു 4-5 മണ്ഡലങ്ങളിൽ ചെറിയ ഭൂരിപക്ഷത്തിനാണ് 3ാം സ്ഥാനത്തേക്ക് പോയത്. അപ്പൊ അതിനർത്ഥം BJPക്ക് അവിടെ ഒറ്റയ്ക്ക് തന്നെ അത്യാവശ്യം കരുത്ത് തെളിയിക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഈ ആം ആദ്മി പാർട്ടിയുടെ ഇപ്പൊ നിലവിലെ ഈ രാഘവ് ചദ്ദയാണെങ്കിലും സന്ദീപ് പഥകാണെങ്കിലും ഇവർ രണ്ടുപേരും ഇപ്പൊ വന്നത് ഇവരാണ് സത്യത്തിൽ ആം ആദ്മി പാർട്ടിയുടെ വിജയശില്പികൾ. ഈ പഞ്ചാബിൽ Strategist. അതെ. മറ്റേ മാനിനെയൊക്കെ ഒരു മുമ്പിൽ നിർത്തിയാണ്. അത്രേ ഉള്ളൂ. അത് ഭഗവത് മാൻ എന്ന് പറഞ്ഞ ഒരു സെലിബ്രിറ്റിയാണ്, ഒരു മുഖം വേണം, അതിനുവേണ്ടി മാത്രം നിർത്തിയെന്നുള്ളൂ. കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്നത് രാഘവ് ചദ്ദയാണ്. രാഘവ് ചദ്ദയാണ് ശരിക്കും അവിടുത്തെ എല്ലാ പെർഫോമൻസ് അല്ലെങ്കിൽ ഇവരുടെ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ചിരുന്നത്. സന്ദീപ് പഥകാണെങ്കിൽ ഒരു സ്ട്രാറ്റജിസ്റ്റ് ആണ്. അപ്പൊ ഇവരുടെ ഒരു റിസൾട്ട്, അവരുടെ കഴിവ് അല്ലെങ്കിൽ അവരുടെ അധ്വാനത്തിന്റെ റിസൾട്ടാണ് ശരിക്കും പഞ്ചാബിലെ ആ ഒരു അട്ടിമറി വിജയം. അപ്പൊ ആ 2 സ്ട്രാറ്റജിസ്റ്റുകൾ പഞ്ചാബിൽ അത്യാവശ്യം നല്ല സ്വാധീനമുള്ള 2 നേതാക്കൾക്കും BJPയിൽ എത്തിയിരിക്കുകയാണ്. അതിനർത്ഥം BJP ഓൾറെഡി അവിടെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഒരു 19% പക്ഷെ പലരെയും BJP നേരത്തെ അവിടെ പരീക്ഷിച്ചിരുന്നു അല്ലെ? അതെ, അതിപ്പോ ഉണ്ടായിരുന്നു. ബൽറാം ചക്കറിന്റെ മകനൊക്കെ. പിന്നെ സിദ്ധു നോക്കി, സിദ്ധുവിനെ കൊണ്ട് നടന്നത്. പിന്നെ സിദ്ധു കോൺഗ്രസിലേക്ക് പോയി. ഇപ്പൊ സിദ്ധുയുടെ ഭാര്യ വീണ്ടും കോൺഗ്രസ് നിന്ന് രാജിവെച്ച് ഇപ്പൊ അവിടെ മൊത്തം തമ്മിലിടിയാണ്. പിന്നെ ബൽറാം ചക്കറിന്റെ മകൻ സുനിൽ ചക്കർ അധ്യക്ഷനായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പോലും BJPക്ക് വേണ്ടത് നല്ലൊരു സിഖ് ലീഡറാണ്. കാരണം പഞ്ചാബിനെ നയിക്കണമെങ്കിൽ പഞ്ചാബിന്റെ ചീഫ് മിനിസ്റ്റർ എന്നുള്ള രീതിയിലേക്ക് ഉയർത്തിക്കാട്ട ഒരു സിഖ് ലീഡറാണ്. അത് നിലവിലില്ല. ഇപ്പം ബിട്ടു വന്നിട്ടുണ്ട്, രവനീത് ബിട്ടു, ബിയാൻ സിംഗിന്റെ മുൻ മുഖ്യമന്ത്രി ബിയാൻ സിംഗിന്റെ പേരക്കുട്ടി. കേന്ദ്രമന്ത്രി. അദ്ദേഹം ഇപ്പൊ കേന്ദ്രമന്ത്രിയാണ്. കഴിഞ്ഞ തവണ മത്സരിച്ചു, എനിക്ക് തോന്നുന്നു ജലന്ധറിലാണ് മത്സരിച്ചതുകൊണ്ട് 2ാം സ്ഥാനത്ത് വന്നു, ജയിക്കാൻ സാധിച്ചില്ല. പക്ഷെ അത്യാവശ്യം സ്വാധീനമുള്ള ഒരു ലീഡറാണ്, യങ് ലീഡറാണ് താരതമ്യേന. അപ്പം ബിട്ടു ഒരു ഫിഗറാണ്. ഇപ്പൊ ഹർഭജൻ സിംഗ് നല്ലൊരു ഫിഗറാണ്. വേണമെങ്കിൽ പഞ്ചാബ് പോലത്തെ ഒരു സംസ്ഥാനത്ത് ഇപ്പം ഭഗവത് മാനിന് മുഖ്യമന്ത്രിയാകാൻ സാധിക്കുമെങ്കിൽ ഹർഭജൻ സിംഗിന് എന്തുകൊണ്ടായിക്കൂടാ? കാരണം ഏറ്റവും വലിയൊരു സെലിബ്രിറ്റിയാണ് ഹർഭജൻ സിംഗ്. പിന്നെ യുവരാജ് സിംഗ് ഒക്കെ ചിലപ്പോൾ BJPയിലേക്ക് വന്നേക്കാം എന്നുള്ള രീതിയിലുള്ള ഇതൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഔട്ട്റീച്ച് ഒക്കെ വരും ദിവസങ്ങൾ BJPയുടെ ഭാഗത്തൊന്നും ഉണ്ടാവും. അപ്പം ഈ ഇതിലൊരു പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പൊ മാൾവ റീജിയൻ എന്ന് പറയുന്ന സിഖ് ഭൂരിപക്ഷ പ്രദേശം, അപ്പൊ അവിടെ BJPക്ക് ഒരു സ്വാധീനം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അപ്പൊ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശരിക്കും ഒരു ചതുഷ്കോണ മത്സരത്തിനാണ് സാധ്യത. അമിത്ഷാ പറഞ്ഞത് BJP ഒറ്റയ്ക്ക് മത്സരിക്കുന്നതാണ്, അതായത് അകാലിദളുമായി ചേരില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു 4 പാർട്ടികൾ മത്സരിക്കുമ്പോൾ ഈ നിലവിലെ സാഹചര്യത്തിൽ BJPക്ക് അവിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയൊക്കെയായി ഉയർന്നു വരാനുള്ള സാഹചര്യം നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടിയിലെ ഭൂരിഭാഗം ഭാഗത്തുണ്ടാവും. പിന്നെ അകാലിദൾ വേറെ ആയിട്ട് മത്സരിക്കും, കോൺഗ്രസ് മത്സരിക്കും, BJP മത്സരിക്കും. വേറെ പാർട്ടികളുണ്ട്, വേറെ കാര്യമായിട്ട് സ്വാധീനമുള്ള പാർട്ടികൾ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചതുഷ്കോണ മത്സരം വരുമ്പോൾ BJPയുടെ നഗര കേന്ദ്രീകൃത പ്രദേശങ്ങളിലെ ആ ഒരു സ്വാധീനം, അതിനൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിയിലെ ഭൂരിഭാഗം MLA-മാരും BJPയിൽ എത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പിന്തുണ BJPക്ക് ലഭിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും 19% 30-ലെത്തിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ജയിക്കാൻ സാധിക്കും. ഏറ്റവും വലിയ ഒറ്റകക്ഷിയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ആകാൻ സാധിക്കും. പിന്നെ അത് മാത്രമല്ല വേറൊരു ഫോർമുല കൂടി ഉണ്ട്. അതായത് ഇൻ കേസ് ഇപ്പം ഇലക്ഷന് ശേഷം BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലെങ്കിൽ എന്തായാലും അകാലിദളിൽ കുറച്ച് സീറ്റൊക്കെ നേടും. അകാലിദളും BJPയും കൂടി ചേർന്ന് മത്സരിക്കാനുള്ള മത്സരമല്ല, ഒരു സഖ്യം ഉണ്ടാക്കാനുള്ള സാധ്യത. അവർ നാച്ചുറൽ സഖ്യം ആയിരുന്നല്ലോ. ഒരു പ്രീ പോൾ എന്തായാലും അകാലിദളായിട്ട് ഉണ്ടാവില്ല, അത് BJPക്ക് നഷ്ടമായിരിക്കും. അതെ. അപ്പം ഏതായാലും പുതിയ സംഭവവികാസങ്ങൾ പഞ്ചാബ് തെരഞ്ഞെടുപ്പിൽ എന്തായാലും സ്വാധീനം ചെലുത്തും. കാരണം അടുത്ത വർഷമാണ് പഞ്ചാബ് തെരഞ്ഞെടുപ്പ്. ഈ രവിദാസിയ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റിയെ പരമാവധി കൂടെ നിർത്താനുള്ള ശ്രമം പ്രധാനമന്ത്രി തന്നെ നേതൃത്വം കൊടുത്തിരുന്നു. ഇപ്പം രവിദാസിയ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നോർത്ത് ഈസ്റ്റ് പഞ്ചാബിലെ ഒരു നിർണായക സാന്നിധ്യം അല്ലെങ്കിൽ സ്വാധീന ശക്തിയാണ്. ദളിത് സിഖുകളാണ്. അപ്പൊ അവരടുത്ത കാലത്ത് സിഖ് മതം ഉപേക്ഷിച്ച് സ്വന്തമായിട്ടൊരു സംവിധാനമായി മാറിയിരുന്നു, തേര സച്ഖന്ദ് വല്ലൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവർക്ക് നല്ല വോട്ടുണ്ട് ഈ നോർത്ത് ഈസ്റ്റ് പഞ്ചാബിൽ. അപ്പൊ അത് BJPയുടെ ഒരു മെയിൻ ടാർഗറ്റ്. അതായത് മെയിൻ സ്ട്രീം സിഖുകാരെ, ജാട്ട് സിഖുകാരെ BJPയിലേക്ക് കൊണ്ടുവരാൻ അത്ര എളുപ്പമല്ലാന്ന് BJPക്കാരെ. അപ്പൊ സ്വാഭാവികമായിട്ടും പഞ്ചാബിലെ മധ്യവർഗ വോട്ടർമാർ, ഹിന്ദുക്കൾ, അതിനൊപ്പം തന്നെ ഈ പറയുന്ന തേര സച്ഖന്ദ് ബല്ലൻ എന്ന് പറയുന്ന ദളിത് സിഖ് വിഭാഗത്തെ രവിദാസിയ വിഭാഗക്കാർ, അതായത് രവിദാസിനെ പിന്തുടരുന്ന, സ്വാമി രവിദാസിനെ പിന്തുടരുന്ന ആ ഒരു വിഭാഗത്തെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ BJP നടത്തുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദംപൂർ വിമാനത്താവളത്തിന്റെ പേര് രവിദാസിന്റെ പേര് രവിദാസ് വിമാനത്താവളം ആക്കിയിരുന്നു. അത് മാത്രമല്ല അവരുടെ ഏറ്റവും വലിയ ആത്മീയ ആചാര്യനായ സന്ത് നിരഞ്ജൻ പത്മശ്രീ നൽകിയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നരേന്ദ്രമോദി പഞ്ചാബിൽ വന്ന് രവിദാസിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അതും ഒരു ടാർഗറ്റാണ്. 2 കാര്യങ്ങൾ കൂടി പരാമർശിക്കപ്പെടാനുണ്ട്. ഒന്ന്, പഞ്ചാബിൽ വലിയ തോതിൽ ക്രിസ്ത്യൻ മതപരിവർത്തനം നടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പുറത്ത് കാണുന്നത് പോലെയല്ല, ഒരുപക്ഷെ അവർ പേരുകളൊക്കെ തന്നെ അതേ രീതിയിലായിരിക്കാം. പക്ഷെ അത് സിഖ് മാസ്റ്ററാണ്, സിഖ് ദളിത് സിഖുകളാണ് സിഖുകളെ വളരെ കൺവെർട്ട് ചെയ്യുന്ന ഒരു വിഷയം നടക്കുന്നത്. അതിന് ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിയുടെ പിന്തുണയുണ്ടായിരിക്കും. രണ്ടാമതൊരു വിഷയം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും അധികം മയക്കുമരുന്നുകളും അങ്ങനെയുള്ള ഖലിസ്ഥാൻ വിഘടനവാദം, അതും പഞ്ചാബിന്റെ വാദവും
ഇതിനെയൊക്കെ ഫേസ് ചെയ്യാന്നുള്ളത് കൂടി ഒരു നാഷണൽ സെക്യൂരിറ്റി എന്നുള്ള രീതിയിൽ കൂടി പഞ്ചാബ് ഇപ്പോഴും പ്രാധാന്യം അർഹിക്കുന്നു. അതെ അതെ, ഒരു ദേശീയ പാർട്ടി എന്തായാലും അധികാരത്തിൽ വരാം. നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് നമുക്ക് ആ രീതിയിൽ കാണാൻ പറ്റില്ല. ദേശീയ പാർട്ടി എന്ന് പോലും കോൺഗ്രസ് പറയാൻ പറ്റില്ല. ഇത്തരം എലമെന്റ്സ് ഒക്കെ ആയിട്ട് സന്ധി ചെയ്യുന്ന സ്വഭാവമാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളത്. സ്വാഭാവികമായിട്ടും BJP അവിടെ വരികയാണെങ്കിൽ രാജ്യസുരക്ഷയ്ക്കും അതൊരു നിർണായക ഘടകമായിട്ട് മാറും.